ഷാഫി പറമ്പിൽ എംപിക്ക് പേരാമ്പ്രയിൽ വെച്ച് മർദ്ദനമേറ്റ സംഭവത്തിൽ പാർലമെന്റും ഇടപെടുകയാണ്. ലോക്സഭാ സെക്രട്ടേറിയറ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് 15 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് നൽകാൻ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ തനിക്ക് മർദ്ദനമേറ്റതിനെക്കുറിച്ച് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഇടപെടൽ. ഇത് സംസ്ഥാന സർക്കാരിനും ഒപ്പം CPM-നും LDF-നും വലിയ അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഈ കേസിൽ കോടതി കഴിഞ്ഞ ദിവസം പോലീസിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. കോഴിക്കോട് പേരാമ്പ്രയിൽ നടന്ന പ്രതിഷേധ പരിപാടിക്കിടെയാണ് പോലീസ് ഷാഫിയെ ലാത്തി കൊണ്ട് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ഷാഫിയുടെ മൂക്കിന് പരിക്കേൽക്കുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പോലീസ് മർദ്ദിച്ചുവെന്ന് കാട്ടി ഷാഫി ലോക്സഭാ സ്പീക്കർക്ക് 2 പരാതികളാണ് സമർപ്പിച്ചിരുന്നത്. ഈ പരാതികൾ പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റി ഫയലിൽ സ്വീകരിക്കുകയും സംഭവത്തിൽ ഇടപെട്ട ലോക്സഭാ സ്പീക്കർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. പോലീസിനെതിരെ നടപടിയെടുക്കണമെന്നും മനഃപൂർവ്വം മർദ്ദിച്ചതിന് തെളിവുണ്ട് എന്നുമാണ് പരാതിയിൽ ഷാഫി പറഞ്ഞിരുന്നത്. മർദ്ദനമേറ്റതായി കാട്ടി ആദ്യം പരാതി നൽകി. പിന്നീട് കോഴിക്കോട് റൂറൽ SP KE ബൈജുവിന്റെ വെളിപ്പെടുത്തൽ വന്നു. പോലീസുകാരിൽ ഒരാളാണ് മർദ്ദിച്ചത് എന്നായിരുന്നു SP-യുടെ വെളിപ്പെടുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി 2ാമത്തെ പരാതി നൽകിയത്. സമാധാനപരമായി നടന്ന പരിപാടിയിൽ പോലീസാണ് അതിക്രമം കാണിച്ചത് എന്നും MP ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് തന്നെ മർദ്ദിച്ചത് എന്നും പരാതിയിൽ ഷാഫി പറഞ്ഞിരുന്നു. സംഭവം നടന്ന ദിവസം ഷാഫിയെ റൂറൽ SP EK ബൈജു ഫോണിൽ വിളിച്ചിരുന്നു. നടക്കാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞ് ഖേദപ്രകടനം നടത്തിയ SP നേരം പുലർന്നതോടെ നിലപാട് മാറ്റി. ലാത്തി ചാർജ് നടന്നിട്ട് പോലുമില്ലെന്ന് പറഞ്ഞത് തന്നെ ഞെട്ടിച്ചുവെന്നാണ് ഷാഫിയുടെ പരാതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് പരാതിയിൽ ഇടപെട്ടതും സംസ്ഥാന സർക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ നിർദ്ദേശിച്ചതും. 2 ആഴ്ചക്കകം കേരളത്തിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവരങ്ങൾ ശേഖരിക്കുകയും റിപ്പോർട്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റിന് സമർപ്പിക്കുകയും ചെയ്യും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ലോക്സഭാ സെക്രട്ടേറിയറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുക. പാർലമെന്റ് ജനപ്രതിനിധിയായ ഒരാൾക്കാണ് മർദ്ദനമേറ്റത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയുമുണ്ടാകും. കേരളം എന്ത് റിപ്പോർട്ട് നൽകുന്നു എന്നത് അടിസ്ഥാനമാക്കിയായിരിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് നൽകുക. പോലീസുകാർക്കെതിരെ പാർലമെന്റ് നടപടിക്ക് ശുപാർശ ചെയ്താൽ അത് കേരളത്തിനും വിശിഷ്യ CPM-നും രാഷ്ട്രീയമായി ഏറെ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കോടതിയിൽ നിന്നും പോലീസിന് കണക്കറ്റ വിമർശനം ഏൽക്കേണ്ടി വന്നിരുന്നു. ഈ ഒരു കേസിൽ സ്വന്തം വീഴ്ച മറയ്ക്കാനാണോ വ്യാജ കേസ് നൽകിയത് എന്നായിരുന്നു കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ചോദ്യം. UDF പ്രവർത്തകരാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് എന്ന പോലീസ് കേസിൽ മുൻകൂർ ജാമ്യം തേടി UDF പ്രവർത്തകർ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജി പരിഗണിക്കവെയാണ് കോടതി പോലീസിനെ എടുത്തു കുടഞ്ഞത്. ഗ്രനേഡ് കൈകാര്യം ചെയ്യേണ്ടത് പോലീസാണ്. അതിൽ പോലീസിന് സംഭവിച്ച വീഴ്ച മറയ്ക്കാനാണ് UDF ഗ്രനേഡ് എറിഞ്ഞത് എന്ന തരത്തിൽ പുതിയ കേസ് പോലീസ് എടുത്തത് എന്നും കോടതി നിരീക്ഷിച്ചു. ഇതും പോലീസിന് തിരിച്ചടിയായി. മർദ്ദനമേറ്റതിനു ശേഷം ഇതുവരെ പോലീസ് എടുത്ത പല നിലപാടുകളും അവർക്ക് തന്നെ തിരിച്ചടിയാവുകയാണ്. ആദ്യം ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പോലീസ് അടുത്ത ദിവസം തന്നെ അത് തിരുത്തേണ്ടി വന്നു. പിന്നീട് UDF പ്രവർത്തകരാണ് ഗ്രനേഡ് എറിഞ്ഞത് എന്ന് കേസുണ്ടാക്കി. അതിന് കോടതിയുടെ കയ്യിൽ നിന്നും നന്നായി വാങ്ങിച്ചു കൂട്ടി. ഷാഫിക്ക് മർദ്ദനമേറ്റത് CPM-നും രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. കോൺഗ്രസിനാകട്ടെ അത് രാഷ്ട്രീയ നേട്ടമാവുകയും ചെയ്തു. പ്രകടനത്തിന്റെ മറവിൽ ഷാഫി പറമ്പിലും UDF പ്രവർത്തകരും ചേർന്ന് പോലീസിനെ ആക്രമിച്ചെന്നാണ് CPM തുടക്കം മുതൽ ആരോപിച്ചിരുന്നത്. പോലീസിന്റെ കയ്യിൽ നിന്ന് ഗ്രനേഡ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷാഫിക്ക് മർദ്ദനമേറ്റത് എന്നും CPM ആരോപിച്ചു. എന്നാൽ ഇതിന് വിഭിന്നമായി SP നടത്തിയ വെളിപ്പെടുത്തൽ CPM-നെ തിരിച്ചടിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന ഘട്ടത്തിൽ ഷാഫിക്കും കോൺഗ്രസിനും രാഷ്ട്രീയമായി ഇതുണ്ടാക്കിയ മൈലേജും ചെറുതായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോക്സഭയുടെ ഇടപെടൽ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് കൂടി സംസ്ഥാനത്തിന് എതിരായാൽ CPM-നും LDF-നും അത് വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കും. പേരാമ്പ്ര മർദ്ദനത്തിൽ പോലീസ് നടപടിയെടുക്കുന്ന ലക്ഷണം കാണുന്നില്ല എന്ന് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളെ തുടർന്ന് പേരാമ്പ്രയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ഈ ഹർത്താലിനിടെ നടന്ന പ്രകടനത്തെ പോലീസ് നേരിട്ടപ്പോഴാണ് പോലീസിന്റെ മർദ്ദനത്തിൽ ഷാഫി പറമ്പിൽ MP അടക്കം 10ഓളം UDF പ്രവർത്തകർക്ക് പരിക്കേറ്റത്.